നമസ്കാരം. അമേരിക്കയിലെ ടെക്സസിലെ പോർട്ട് ആർതറിലെ ഒരു പ്രധാനപ്പെട്ട എണ്ണ ശുദ്ധീകരണ കേന്ദ്രത്തിൽ വൻ സ്ഫോടനമെന്നുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഗൾഫ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയോടുകൂടിയാണ് വിഷയത്തെ സമീപിച്ചിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന തരത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നു. അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ സംസ്കരണ കേന്ദ്രങ്ങളിൽ ഒന്നായ വലേറോ എനർജിയുടെ റിഫൈനറിയിലാണ് ഇത്തരത്തിലുള്ള തീപിടുത്തമുണ്ടായിട്ടുള്ളത്. പ്രതിദിനം 3,80,000 ബാരൽ ശേഷിയുള്ള റിഫൈനറിയിലാണ് തീപിടുത്തമുണ്ടായത്. സ്ഥലത്തുനിന്ന് കട്ടിയുള്ള പുക ഉയരുന്നതായി കണ്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. പ്രാദേശിക സമയം വൈകുന്നേരം 6:30 വലിയ സ്ഫോടന ശബ്ദം കേട്ടതായിട്ട് അധികൃതർ പറയുന്നത്. പോർട്ട് ആർതർ, ഗ്രൗസ്, നെതർലാൻഡ് എന്നിവയുൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങളിൽ ആഘാതം അനുഭവപ്പെട്ടതായിട്ടും റിപ്പോർട്ടുണ്ട്. നഗരത്തിൻ്റെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ഭാഗത്തുള്ള താമസക്കാർക്ക് ഉദ്യോഗസ്ഥർ ഒരു ഷെൽട്ടർ ഇൻ പ്ലേസ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതുവരെ, എന്തെങ്കിലും അറിയിപ്പ് ലഭിക്കുന്നതുവരെ വീടിനുള്ളിൽ തുടരുവാനാണ് ഉത്തരവ് ലഭിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വളരെ വലിയ ഒരു സ്ഫോടനമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഗൾഫ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനെ വളരെയധികം ജാഗ്രതയോടുകൂടിയാണ് ഭരണകൂടം കാണുന്നത്. 5 ദിവസത്തെ വെടിനിർത്തലാണ് ഗൾഫ് മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ 5 ദിവസത്തിന് ശേഷം, ചർച്ചകൾക്ക് ശേഷം ഈ യുദ്ധം പുനരാരംഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. എന്തായാലും യുദ്ധത്തിൻ്റെ ഒരു കിടപ്പ് വശം പരിശോധിക്കുമ്പോൾ ഉടനടിയൊന്നും ഇത് തീരുവാനുള്ള ഒരു സാധ്യതയില്ല. കാരണം അത്തരത്തിലുള്ള വലിയ ഡിമാൻഡുകളൊക്കെയാണ് അമേരിക്ക ഇറാൻ്റെ മുന്നിൽ വച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഏകപക്ഷീയമായിട്ടാണ് അമേരിക്ക ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എങ്കിലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇറാനുമായി ചർച്ച നടത്തിയതിന് ശേഷം ഇറാൻ്റെ ഒരു അപേക്ഷയെ തുടർന്നാണ് ഇത്തരത്തിൽ വെടിനിർത്തലിന് അമേരിക്ക ഒരു സമ്മതം മൂളിയത്. എന്നാൽ ഇറാൻ ഇത്തരത്തിൽ ഒരു ആവശ്യവും മുന്നോട്ട് വച്ചിട്ടില്ല എന്നും അമേരിക്ക തന്നെ സ്വയം പിൻവാങ്ങുകയാണ് ചെയ്തതെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് അമേരിക്ക ഇതിൽ ഭയചകിതരായിട്ടുണ്ട്. അമേരിക്കയുടെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളിലേക്കൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രത്യേകിച്ചും കുവൈറ്റിലെയും UAE-യിലെയും ഒക്കെ അൽ ദഫ്ര, അൽ മിൻഹാദ് പോലുള്ള പ്രദേശങ്ങളിൽ, സൈനിക താവളങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ ടെൽ അവീവിലെ ക്ലസ്റ്റർ ബോംബിംഗ്, വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, വലിയ ആഘാതമാണ് അവിടുത്തെ ആൾക്കാർക്ക്, അവിടുത്തെ പൗരന്മാർക്ക് ഉണ്ടായതായിട്ടും ഒരുപാട് നിരവധി പേർക്ക് പരിക്കുകൾ ഉണ്ടായതായിട്ടുമുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഇറാൻ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രത്യാക്രമണമാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നേർക്ക് നടത്തിയത് എന്നതാണ്. ഇറാൻ്റെ എണ്ണ ശുദ്ധീകരണ ശാലയിലടക്കം വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തുണ്ടായത്. അതോടൊപ്പം തന്നെ ജലശുദ്ധീകരണ കേന്ദ്രത്തിലേക്ക്, ജലസംഭരണിയിലേക്ക് ഇത്തരത്തിലുള്ളൊരു ആക്രമണങ്ങൾ നടന്നു. അതിൻ്റെയൊക്കെ പ്രത്യാഘാതം എന്നോണം ഒരു തിരിച്ചുള്ള ഒരു ആക്രമണമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത്തരത്തിലൊരു പ്രത്യാക്രമണത്തിൽ അമേരിക്ക പകച്ചുപോയി. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയത് എന്നാണ് ഇറാൻ പറയുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചും ഉള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. അടുത്ത 5 ദിവസവും കൂടി ഈ യുദ്ധം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ഹോർമൂസ് ഉടൻ തന്നെ തുറക്കണമെന്നും, ഹോർമൂസ് തുറന്നിട്ടില്ല എങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ഇറാനിൽ ഒരു ബ്ലാക്ക് ഔട്ട് തന്നെ ഉണ്ടാകും, അവിടുത്തെ വൈദ്യുത കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകും എന്ന് പറഞ്ഞ് വായിലിടുന്നതിന് മുന്നെയാണ് ഇത്തരത്തിലൊരു വെടിനിർത്തലുമായിട്ട് ട്രംപ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ട്രംപിനെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ സാധിക്കില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനി വരേണ്ടതുണ്ട്. എന്തായാലും എണ്ണ ശുദ്ധീകരണ ശാലയുമായും എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളിലേക്കും ജലശുദ്ധീകരണ കേന്ദ്രങ്ങളിലേക്കും ഒക്കെ വലിയ ആക്രമണം നടത്തിയ അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ ടെക്സാസിലുള്ള ഈ എണ്ണ സംസ്കരണ കേന്ദ്രത്തിലുണ്ടായ ഈ ഒരു സ്ഫോടനം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടായിട്ട് സംഭവിച്ചതാണോ എന്നുള്ള
വിശദമായ അന്വേഷണമാണ് അമേരിക്കയ്ക്കുള്ളിൽ നടക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും പുറത്ത് കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ പുറത്തറിയിച്ചിട്ടില്ല. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി ലഭ്യമാകുന്നതേ ഉള്ളൂ. ഇസ്രായേലും അമേരിക്കയും ഒന്നും അവിടെ നടക്കുന്ന സംഭവങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ച് പുറം ലോകത്തിന് അറിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ടെലവീവിൽ വളരെ കനത്ത രീതിയിലുള്ള ആക്രമണമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും പലർക്കും ജീവാപായം ഉണ്ടാവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. എന്നാൽ ഇസ്രായേൽ ഇത് നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ വലിയ സന്നാഹങ്ങളാണ് അങ്ങോട്ട് പുറപ്പെടുത്തത്. ആംബുലൻസ് സംവിധാനങ്ങളടക്കം കേവലം 50 പേർക്ക് മാത്രമാണ് പരിക്കേറ്റതെന്നാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള വാദം. എന്നാൽ ഈ 50 പേർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് എന്തിനാണ് ഇത്രയധികം സന്നാഹങ്ങളുമായിട്ട് ഇസ്രായേൽ അങ്ങോട്ട് പോയത് എന്നുള്ള വലിയ ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും ദിമോണയിലും ആരഡിലും ഒക്കെ നടന്ന ഒരു ആക്രമണത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇറാൻ ഒരു ചെറിയ ടീമല്ല എന്ന ഇസ്രായേലിന് തന്നെ ബോധ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഡിഗോ ഗാർഷിയിലൊക്കെ നടത്തിയ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി വരും. എന്തായാലും ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് എണ്ണ സംസ്കരണ കേന്ദ്രങ്ങളിൽ വലിയൊരു അട്ടിമറി നടന്നതായിട്ട് സംശയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിധ്വനി എന്നോണം ആക്രമണം വീണ്ടും ശക്തമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധ്യമല്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.